ഒരു സൈക്കിൾ വെച്ചിട്ട് വന്നാൽ ഇപ്പം സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ഉണ്ടെന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് അപ്പം അതിൻ്റെ ബാക്കി കാണുന്ന റീസൈക്കിൾ എന്ന് പറയുന്നതാണ് ആ ഷോപ്പ്. പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഷട്ടർ ബെല്ലടിച്ച് നോക്കാം. അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ബെല്ലൊന്ന് അടിച്ച് നോക്കാം. ഓപ്പൺ ഏരിയ കേട്ടോ, ഫുൾ ഓപ്പൺ ഏരിയ. ജസ്റ്റ് ഭയങ്കര തിരിച്ചു പോകുമ്പോൾ ഈ സീനറി എല്ലാം ഓപ്പൺ ചെയ്യാം. റോഡ് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ഈ ഭാഗത്തോടൊന്നും ഞാൻ അങ്ങനെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ബെല്ലടിച്ച് നോക്കാം, എന്താ നോക്കാം. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. സൈക്കിളൊക്കെ ഇഷ്ടം പോലെ വിൽക്കാൻ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ സൈക്കിളുകൾ വിൽക്കാൻ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പുതിയ സാധനത്തിൻ്റെ അതേ വില തന്നെ അവരിട്ട് വെച്ചിരിക്കുന്നത് എല്ലാം. പക്ഷേ റീഫർബിഷ്ഡ് ചെയ്തിട്ട് ടയറൊക്കെ, ചിലതിൻ്റെയൊക്കെ ടയറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നോക്ക്, ഈ ഇരിക്കുന്നത് ഇതായിരുന്നു, അതാവും മാളുവിന് പറ്റും. അത് പക്ഷേ ഭയങ്കര വിലയാണ്, 115 പൗണ്ടൊക്കെ ഇത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വലിയ ആൾക്കാരുടെ. ആ ഇരിക്കുന്നത് മാളുവിന് പറ്റും. എന്തോരം സൈക്കിളാണ് ഇരിക്കുന്നത്. ഞാൻ തുറന്നു നോക്കി, അപ്പം അതിനകത്ത് കയറിയപ്പോൾ എല്ലാം ബ്രാൻഡഡ് സൈക്കിളുകളൊക്കെയാണ് അവർ റീഫർബിഷ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം പുത്തമ്പലാക്കി വെച്ചിരിക്കുക, ടയറും എല്ലാം മാറി അടിപൊളിയായിട്ടാണ് വെച്ചിട്ടിരിക്കുക. പക്ഷേ അത് കടയിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഹാഫ് പ്രൈസേ ഉള്ളെന്നാണ് പറയുന്നത്. എല്ലാം റീഫർബിഷ്ഡ് ആണേ ഉള്ളൂ. 60 ദിവസം വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട് ഷട്ടറൊക്കെ അടച്ചിട്ടേക്ക് വന്നില്ല, സൈഡിലൊരു ഡോറുണ്ട് കണ്ടോ, ഒരു പച്ച കളർ. അത് ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവർ തുറന്നു തരും. അതിനകത്ത് വിശാലമായ ഒരു ലോകമാണ്. അതിനകത്ത് ആൾക്കാർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിൽക്കാൻ കുറച്ച് സൈക്കിളുകളെ വെച്ചിട്ടുള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. ഇനി ഇപ്പം നമ്മൾ പോകുന്ന റോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. നല്ല രസമുണ്ട്, നല്ല രസമുള്ള ഏരിയ ആണ്. ഫാമിലിയോട് കണ്ടെടുക്കണം, നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനറിയും ഗാർഡനും വിശാലമായി കിടക്കുക. നല്ല രസമുണ്ട് കാണാൻ. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കാണുന്ന സിറ്റി അല്ല, അല്ലാത്ത ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരണം. കണ്ടാ, ഇതൊക്കെയാണ് നമ്മൾ യൂറോപ്പ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണുന്നത്. ശരി, അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും കാണുന്നവർക്ക് വിചാരിക്കുന്നുണ്ട് ഏത് വണ്ടിയാണ് ഇത്. അത് ഫോക്സ്വാഗണിൻ്റെ ഗോൾഫ് എന്ന് പറഞ്ഞ വണ്ടി, 2022. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇന്ന് പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. ലെഫ്റ്റാണ് പോകുന്നത്. വണ്ടി പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ ഇതിനകത്ത് മാപ്പ് ഇട്ടപ്പം റെക്കോർഡിങ് ചെയ്യുന്നത് ഓഫായി പോകുമായിരുന്നേ. റെക്കോർഡിങ് ചെയ്യുമ്പോഴേ അത് പോസായി പോകും, സ്റ്റോപ്പായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള വഴികളൊക്കെ ഇത് പ്രാന്തപ്രദേശങ്ങളാണ് UK-യുടെ. അതുകൊണ്ട് സ്പീഡിൽ പോകണം. പ്രാന്തപ്രദേശങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡ്, 60 മൈലാണ് ഇവിടുത്തെ സ്പീഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ വരുന്ന വണ്ടികൾ നമ്മുടെ കൂട്ട് പതുക്കെ വരത്തില്ല. അവർക്ക് ഇവിടുത്തെ റോഡിലെ സ്പീഡുകളെ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം പരമാവധി. ഫ്രണ്ട് 2 വണ്ടിയുണ്ട്. ഫ്രണ്ട് 2 വണ്ടി ഉണ്ടെങ്കിൽ നമുക്കത് സമാധാനമുണ്ട്, അവരുടെ സ്പീഡിൽ പോയാൽ മതി. ഓവർടേക്കിംഗ് ഇവിടെ കുറവായതുകൊണ്ട് ഓവർടേക്കിംഗ് ചെയ്തില്ല ആരും, പരമാവധി ഓവർടേക്കിംഗ് ചെയ്യത്തില്ല. ഞാനിവിടെ നിന്ന് നേരെ ഒരു ഷോപ്പ് വരെ പോവാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ വഴിയല്ല, കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കൊന്ന് ഇവിടുന്ന് താഴോട്ടുള്ള വഴിയായിരുന്നു ഞാൻ പോയത്. ആ വഴിയാണ് വന്ന് കയറിയത്. അത് കുറച്ചുകൂടെ ഒരു ഗ്രാമീണ ഭാവങ്ങളുള്ള ഒരു വഴിയായിരുന്നു കുറച്ചുകൂടെ. അതിനകത്ത് അലാറം അടിച്ചതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് അലാറം അടിച്ചു മെസ്സേജ് വന്നു. ഇത് കുറച്ചുകൂടെ അടിപൊളി വണ്ടിയാണ് കേട്ടോ, ഫോക്സ്വാഗണിൻ്റെ ഗോൾഫ് ഇവിടെ ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല വണ്ടിയാണ്.
ഞാൻ ഓടിച്ചിട്ട് നല്ല കംഫർട്ടാണ് വണ്ടി, നല്ല സ്റ്റെബിലിറ്റിയാണ്, നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. മൈലേജ് ഇത്തിരി കുറവാണ്, 7 മൈലൊക്കെ ഓടുന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിലോമീറ്റർ 7 മൈൽ പെർ ലിറ്ററേ ഓടുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ലോങ് ഓടാൻ നല്ലതാണ്, പക്ഷെ നമ്മൾ സിറ്റി അല്ലെങ്കിൽ ഷോർട്ട് കൊള്ളത്തില്ല. ഭയങ്കര പെട്രോൾ ഭയങ്കര കൂടിയാണ്. ഇവിടുന്ന് കണ്ട് റൈറ്റിലോട്ട് പോകാനാണ് പറയുന്നത്, ലക്സ്ഡൺ റോഡിൽ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകണം, 300 യാർഡ്സിനുള്ളിൽ റൈറ്റിലേക്ക് തിരിയാനൊരു വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ സ്പീഡ്, ഇതിൻ്റെ ഡാഷ്ബോർഡിൽ എല്ലാ വിവരങ്ങളും കാണിക്കും കേട്ടോ. ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ Now turn right onto Lexington Road. റൈറ്റിലോട്ട് തിരിയാനാണ് 30 ആണ് സ്പീഡ്. ഇത് പക്ഷേ ഗ്രാമീണ ശുദ്ധിയുള്ള അത്ര പോരാട്ടെ, ഇത് കുറച്ചുകൂടെ സിറ്റിയിലോട്ട് വരും. പക്ഷേ മറ്റേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല റോഡായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അന്നേരം ഞാനത് ചിന്തിച്ചില്ല, എത്രയും നല്ല റോഡുകളായിരിക്കും ഞാൻ, മീൻസ് ലാൻഡ്സ്കേപ്പിംഗ് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അത്രയും നല്ല ലാൻഡ്സ്കേപ്പിംഗ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ റോഡുകളും സിറ്റികളും ഒക്കെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ നല്ലതായിരുന്നു. ഒരിക്കൽ കൂടി ആ വഴി വരണം, റെക്കോർഡ് ചെയ്യണം. അത് ഈ മിക്കവാറും എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമാണത്. അവിടുന്ന് വണ്ടി കയറുകയാണ്, നമ്മളോട് ഒതുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നവർക്കാണ് പ്രിഫറൻസ്. കാരണം അവരുടെ സൈഡല്ല, നമ്മുടെ സൈഡ് മുഴുവൻ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുക, നമ്മൾ നിർത്തി കൊടുക്കണം. ഇത് സാധാരണ റോഡാണ്, ഈ റോഡല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ സ്പീഡ് 30 മൈൽ പെർ അവർ ആണ്. അത് ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. നമ്മൾ മാപ്പ് ഇടുമ്പോൾ മാപ്പിലും കാണിക്കും, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ഗൂഗിൾ മാപ്പിലും കാണിക്കും. പക്ഷേ ഇതിൻ്റെ ഡാഷ്ബോർഡ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ഇതിൻ്റെ സ്പീഡൊക്കെ മീൻസ് GPS, ഇത് വണ്ടി GPS ഇൻബിൽറ്റ് ഉള്ള വണ്ടിയാണ്. ഇതിൽ GPS വളരെ കൃത്യമാണ്, എത്ര സ്പീഡിൽ നമ്മൾ പോകണം എല്ലാം വളരെ കൃത്യമായിട്ട് കാണിക്കും. ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ അലാറംസും വാർണിങ്സും എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് വരും. സിമ്പിൾസ് എല്ലാം വരും, റോഡിലെ സയൻസ് എല്ലാം വരും. കൊള്ളാം, കുഴപ്പമില്ല. നല്ല തെളിച്ചമുള്ള ക്ലൈമറ്റാണ്. മാത്രമല്ല ടെമ്പറേച്ചറും കുറവ്, 10 ഡിഗ്രിയാണ്. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന, മഴയൊന്നും ഇല്ല. ഇറക്കം കേട്ടോ, നല്ല ഇറക്കമാണ്. റോഡ് നല്ല ഇറക്കമാണ്, നല്ല ഇറക്കമായി. താഴെ ഒരു ഗ്രീൻ ഫീൽഡ് കണ്ട, ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഈ കുതിരയെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല ഇറക്കമായിരുന്നു, കാണുമ്പോൾ നമുക്ക് നല്ല ഇറക്കമില്ലാന്ന് തോന്നും, പക്ഷെ നല്ല കുത്തനെയുള്ള ഇറക്കം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ മനസ്സിലാവും, അങ്ങോട്ട് പോകുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. തിരിച്ച് 2 വണ്ടിക്ക് പോകാവുന്ന ഒരു വഴിയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ. പക്ഷേ കുണ്ടും കുഴിയൊന്നുമില്ല, എല്ലാം കുഴികളും കുണ്ടുകളും ഒക്കെ നികത്തിയിട്ടേക്കും. അത്യാവശ്യം എന്താ പറയുക, പാച്ച് വർക്കെല്ലാം ചെയ്തിട്ടിരിക്കും. വണ്ടി ഇതൊക്കെ ആണെങ്കിലും പിന്നെ ചില സമയത്ത് ഇത് തന്നെ സ്റ്റിയറിംഗ് പിടിച്ചൊരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോയിക്കളെ. എനിക്ക് തോന്നുന്നത് സ്ട്രൈറ്റ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരു പക്ഷേ. നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അത് പിടിച്ച് റോഡിന് നടുക്കോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയും. എന്തായാലും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് തന്നെ അത് പിടിച്ച് ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ പിടിച്ച് നേരെ റോഡിന് നടുക്കോട്ട് വെച്ചു. അപ്പം അതെന്താണെന്ന് അറിയില്ല, പിന്നെ പലവട്ടം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട്, മീൻസ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ട്. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്, ഇവിടുത്തെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തിടുക. ഇവിടെ റെയിൽവേ ഉണ്ട്. വണ്ടി പിന്നെ നമ്മൾ നാട്ടിലുണ്ടല്ലോ, ഇപ്പോൾ മഹീന്ദ്രയ്ക്കൊക്കെ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്നതും സ്റ്റാർട്ട് ആവുന്നതും ക്ലച്ച് ഔട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. ഇത് വണ്ടി ഓഫായി. നമ്മൾ റെയിൽവേയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ട്രെയിൻ തോ പോകുന്നു. അതിന് അധിക സമയം നമ്മൾ നിൽക്കേണ്ടി വരത്തില്ല.
ട്രെയിൻ പോയി തുറന്നു. ഓക്കെ, പോവാം. വണ്ടി പോകുമ്പോൾ ഫോക്സ്വാഗൻ്റെ ഒരു വണ്ടി തന്നെ. നമ്മുടെ നാട്ടിൽ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഇങ്ങനെ ചാടി പോകുമ്പോൾ എന്തോരം കുണ്ടും കുഴിയല്ലേ. ഇവിടെ അത്രയും പ്രശ്നമൊന്നുമില്ല കേട്ടോ. റെയിൽവേ കയറി റോഡ് കയറി ഇറങ്ങിപ്പോയതാണല്ലോ, എല്ലാ കുഴിയും കാര്യമായിട്ട് ഫീൽ ചെയ്തില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റെയിൽവേ ക്രോസിംഗിൽ കൂടെ നമ്മൾ കാർ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കുണ്ടും കുഴി. പലവട്ടം ഇപ്പോഴും അത് തന്നെ, മിക്കവാറും സ്ഥലങ്ങളിലും അതൊക്കെ തന്നെ കേട്ടോ. ഇവിടെ പക്ഷെ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു പ്രശ്നമുണ്ടോ? നമുക്ക് ഇവിടെ ചെന്നിട്ട് ഹൈവേയുടെ സൈഡിൽ കൂടെ അങ്ങാണ്ട് വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങാണ്ട് ചെന്നിട്ട് റൈറ്റിലോട്ട് പോകാം. മേലെ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയുടെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നു. മേലിൽ കാണുന്നത് ആ പടിയുണ്ടാവും, മേളിലോട്ട് പോകാനുള്ള വഴിയാണ്. നമ്മളിത് സൈഡിൽ കൂടെ പോയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി അടിയിൽ കൂടെ അപ്പുറത്ത് കയറണം. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് മെയിൻ ഹൈവേ ആണ്. ഹൈവേയുടെ പേര് എന്താണ്? M25 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. നമുക്ക് നേരെ തന്നെ പോവാം. നേരെ പോയിട്ടാണ് അപ്പുറത്ത് ചെന്നിട്ടാണ് നമുക്ക് തിരിയേണ്ടത്. അവിടെ ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്, ആ റൗണ്ട് ബോട്ടിലാണ് നമുക്ക് തിരിയേണ്ടത്. ഈ റോഡ് ഞാൻ പണ്ട് പ്രാവശ്യം ഈ റോഡേ വന്നിട്ടുണ്ട്. ഈ റോഡ് ഇവിടെ വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തെ റോഡുണ്ട്, ബട്ടർഫ്ലൈ ട്രെയിൽ ആണ് ആ റോഡിൻ്റെ പേര്. ഡ്രാഗൺ ഫ്ലൈ ട്രെയിൽ, ബട്ടർഫ്ലൈ ട്രെയിൽ, അങ്ങനെ കുറേ ബട്ടർഫ്ലൈകളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളുള്ള കുറച്ച് റോഡുകളുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ. അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് തിരിയേണ്ടത് ലെഫ്റ്റ് സൈഡിൽ. അങ്ങോട്ട് പോയ ഗ്രാമീണ ശുദ്ധി ഈ ഭാഗത്തോട്ട് കുറവാണ്. ഞാൻ ഭാഗത്തേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ മിക്കവാറും എല്ലാ വണ്ടിക്കും ഫ്രണ്ട് ആൻഡ് ബാക്ക് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ. കാരണം ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെളിവൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് വലിയൊരു ഇഷ്യൂ ആണ്. എല്ലാവരും ഈ സാധനം വാങ്ങിച്ചു വെക്കുന്നത്. Please turn left at the end of the road onto the A1124. ഇവിടെ എങ്ങാണ്ട് വെച്ച് നമ്മൾ തിരിയുന്നു. A124ലേക്ക് നമ്മൾ കയറും. Now turn left onto the A1124. റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ടല്ല, റോഡാണ്. ഈ റോഡ് കൂടെ കയറിയാണ് നമ്മൾ ആ റൗണ്ട്. After 200 yards, leave the roundabout at the second exit and then follow the A1124. റോഡിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ഹൈവേയിലോട്ടാണ് കയറുന്നത്. Please take the second exit and then follow the A1124. സെക്കൻഡ് എക്സിറ്റിലോട്ട് പോകണം. നമ്മൾ സെക്കൻഡ് എക്സിറ്റിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് സെക്കൻഡ് എക്സിറ്റ്, ഇത് ഫസ്റ്റ് എക്സിറ്റ്. നമുക്ക് പോകേണ്ടത് സെക്കൻഡ് എക്സിറ്റ്. നേരെ പോയിട്ട് Now take the exit left and then keep left and continue to follow the A1124. ഇതാണ് സെക്കൻഡ് എക്സിറ്റ്. ഹൈവേ വഴി ഇപ്പോൾ ഹൈവേയിലാണ്. സ്റ്റാർട്ട് വേ സ്ഥലത്തോട്ട്. Now keep left and continue to follow the A1124. നമ്മൾ ഈ റോഡിൽ തന്നെ പോകാനാണ് പറയുന്നത്. After 350 yards, leave the roundabout at the third exit onto Tollgate Roundabout. ഓക്കെ, തേർഡ് എക്സിറ്റ് പോകണം. നമുക്ക് തേർഡ് എക്സിറ്റ് ആണ്. Please take the third exit onto Tollgate Roundabout. തേർഡ് എക്സിറ്റിലേക്ക് പോകേണ്ടത്. ഫസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞു. Now take the third exit left onto Tollgate Road. ഇനി തേർഡ് എക്സിറ്റ്. നമുക്ക് പോകേണ്ടത് തേർഡ് എക്സിറ്റിലേക്ക്.
തേർഡ് എക്സിറ്റിലേക്ക്. After 250 yards, leave the roundabout at the second exit onto Tollgate West and then leave the next roundabout at the second exit. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? Please take the second exit and then leave the next roundabout at the second exit and continue to follow Tollgate West. ഇവിടുത്തെ സെക്കൻഡ് എക്സിറ്റ്. അപ്പോൾ 1, 2ലേക്ക് നമ്മൾ പോകണം. ഇത് സെക്കൻഡ് എക്സിറ്റിലേക്ക് പോകണം. ഓക്കെ, ഇനി വരുന്ന റൗണ്ട് അബൌട്ടിലൂടെ Please take the second exit and continue to follow Tollgate West. അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോവാം. അങ്ങോട്ട് വേണേലും കയറി പോവാം. നമുക്ക് ഇതിനകത്തൊരു കടയിലാണ് പോകേണ്ടത്. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഒരുപാട് ചെറിയ 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 കടകളല്ല, ഇൻ്റർനാഷണൽ കടകളാണ് അതിനകത്തെല്ലാം കേട്ടോ. സ്മിത്ത്, ഐസ്ലൻഡ്, മാക്ഡൊണാൾഡ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ കടകളും ഇതിനകത്തുണ്ട്. Please turn right at the end of the road onto Tollgate West. കൊച്ചിന് പുതിയൊരു സൈക്കിൾ നോക്കാൻ വേണ്ടി വന്നതാണ്. Please turn right at the end of the road onto Tollgate West. Please turn right at the end of the road onto Tollgate West. സ്മിത്തിലാണ് കയറാൻ പോകുന്നത്. പിള്ളേരുടെ ടോയ്സ് കിട്ടുന്ന കട, ഏറ്റവും വലിയ ടോയ്സ്, എല്ലാ ടോയ്സും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടാത്തൊരു സാധനമില്ല. അപ്പോൾ ശരി, ഗുഡ് ബൈ. അപ്പോൾ പിന്നെ കാണാം. ശരി, ബൈ ബൈ.